അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ലാസിമ് ഓർ മുത്താദ്ദി. ലാസിമ് മുത്താദ്ദി അറബിയിൽ പഠിച്ചിട്ടുണ്ടാവും, ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടാവും. എല്ലാത്തിലുള്ളതുപോലെ തന്നെ ഇതിലും ലാസിമ് മുത്താദ്ദി ഉറുദുവിലും ഉണ്ട് കേട്ടോ. ഒന്നാമത് നമുക്ക് ലാസിമ് പരിചയപ്പെടാം. ലാസിമ് ജൗഹർ ആയ, ജൗഹർ വന്നു, ജൗഹർ വന്നു. ഇതിൻ്റെ ലാസിമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാസിമിന് ഫായിലേ ഉണ്ടാവുള്ളൂ, മഫ്ഊലിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അതായത് മഫ്ഊല് വിട്ട് കടക്കൂല എന്ന് നമ്മൾ പറയും. അതായത് ജൗഹർ വന്നു, അവിടെ ഫായിൽ ആരാണ്? ജൗഹറാണ്. ജൗഹർ എന്തിനെ വന്നു നമ്മൾ ചോദിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അവിടെ മഫ്ഊലിൻ്റെ ആവശ്യമില്ല അല്ലേ, ഫായിലിനോട് ചേർന്നാണ് അത് വരിക. അപ്പോൾ അതേപോലെ തന്നെ മൻസിബ് ക്ലാസ്മേ ദാഖിൽ ഹുവ, മൻസിബ് ക്ലാസ്സിൽ പ്രവേശിച്ചു, ക്ലാസ്സിനെ പ്രവേശിച്ചു എന്ന് അവിടെ മഫ്ഊലിൻ്റെ ആവശ്യമുണ്ടോ? ഇനിയിപ്പോൾ ക്ലാസ്സിൽ നിന്നുള്ളത് ഒഴിവാക്കിയാലും മൻസിബ് ദാഖിൽ ഹുവ, മൻസിബ് പ്രവേശിച്ചു. മൻസിബ് എന്തിനെ പ്രവേശിച്ചു എന്ന് വരുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അവിടെ എന്തിൻ്റെ ആവശ്യമില്ല, മഫ്ഊലിൻ്റെ ആവശ്യം വരുന്നില്ല. അതാണ്. അപ്പോൾ ജൗഹറായ, ജൗഹർ വന്നു കേട്ടോ. അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് കായിക നോക്കാം. ഫീല് ലാസിം എന്ന് പറഞ്ഞാൽ വോഹെ, അതാകുന്നു. ജോ ഏതാണോ സിർഫ് ഫായിൽ കെ സാത്ത് മിൽക്കർ, ഫായിലിൻ്റെ കൂടെ മാത്രം മിൽക്കർ ചേർന്നിട്ട് ബാത്ത് കാര്യങ്ങൾ പൂരി ഹോ ജായേ, എന്താ പറയുക, പൂർത്തിയാക്കപ്പെടുന്നു. അങ്ങനത്തെ ഇതിനാണ് ഫീൽ ലാസിം എന്ന് പറയാം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും. മാത്രമല്ല ഓർ മഫ്ഊൽ കി ജറൂറത്ത് ന ഹോ, മഫ്ഊൽ അത്യാവശ്യവുമില്ല അല്ലേ, മഫ്ഊലിൻ്റെ ആവശ്യമുണ്ടോ? ജൗഹർ വന്നു, അവിടെ ജൗഹർ എന്തിനെ വന്നു എന്നൊന്നും പറയില്ലല്ലോ, അപ്പോൾ മഫ്ഊലിന് ആവശ്യമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ലാസിം. അപ്പോൾ മുത്താദ്ദിനി എങ്ങനെയാണ്? നേരെ മറിച്ച് മഫ്ഊൽ വേണം. അവൻ തിന്നു, എന്തിനെ തിന്നു നമ്മൾ ചോദിക്കേണ്ടി വരും. അപ്പോൾ മഫ്ഊൽ വേണ്ടില്ല. അതായത് അക്രം സച്ച് കഹ, അക്രം പറഞ്ഞു, എന്തിനെ പറഞ്ഞു? സച്ച്, സത്യത്തെ പറഞ്ഞു. അപ്പോൾ അവിടെ മഫ്ഊൽ അത്യാവശ്യമാണ്. ജുബൈറിനെ കിതാബ് പഠി, ജുബൈർ കിതാബ് വായിച്ചു. ജുബൈർ എന്താ വായിച്ചത്? കിതാബിനെ വായിച്ചു. അവിടെ മഫ്ഊൽ വേണമല്ലോ. അതാണ് മുത്താദ്ദിയും ലാസിമും തമ്മിലുള്ള വ്യത്യാസം. ഫീൽ മുത്താദ്ദി എന്ന് പറഞ്ഞാൽ വോ ഫീൽ, അതൊരു ഫീലാകുന്നു. ഏത് ഫീലാണോ? ഫായിൽ കെ സാത്ത് പുരാന ഹോ, ഫായിലിൻ്റെ കൂടെ മാത്രം പൂർത്തിയാകാത്ത, ബൽക്കെ മറിച്ച് ഉസ്കോ അതിന്, അതായത് ആ ഫായിൽ എനിക്ക് മഫ്ഊൽ കി ബി ഹാജത്ത് ഹോ, മഫ്ഊലിൻ്റെയും ആവശ്യമുണ്ട്. അപ്പോൾ എന്താ ഇവിടെ ഇപ്പോൾ എല്ലാത്തിനും മഫ്ഊൽ വന്നല്ലോ. അതാണ്. അപ്പോൾ ഫായിൽ എന്ന് പറഞ്ഞാൽ, ലാസിം എന്ന് പറഞ്ഞാൽ മഫ്ഊലിലേക്ക് വിട്ട് കിടക്കാത്തതും, മുത്താദ്ദി എന്ന് പറഞ്ഞാൽ മഫ്ഊലിലേക്ക് വിട്ട് കിടക്കുന്നതുമായ ഒരു ഫീലിനാണ് ലാസിമ് മുത്താദ്ദി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി മഷ്കിലേക്ക് പോവാം. ഒന്നാമത്തത് മുന്ദരിജ ദേൽ ഫിക്രേസ്, താഴെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫിൽ നിന്നും ഫീല് ലാസിം ഓർ മുത്താദ്ദി, ഫീല് ലാസിമിനെയും മുത്താദ്ദിയെയും അലഗ് കർക്കെ ലിഖിയെ, വേർതിരിച്ചിട്ട് എഴുതിയാലും അതിൻ്റെ അർത്ഥം വെച്ചാൽ എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അച്ചി പൈദാവാർ കേലിയെ, നല്ല നല്ല ഉൽപ്പന്നത്തിന് വേണ്ടി, പ്രൊഡക്റ്റ് എന്നൊക്കെ പറയും അല്ലേ, നല്ല ഉൽപ്പന്നത്തിന് വേണ്ടി കിസാൻ, കൃഷിക്കാരൻ, അപ്പനെ കീത്തോമേ, തൻ്റെ വയലുകളിൽ, തൻ്റെ പാടങ്ങളിൽ ഖാദ് ഡാൽത്താ ഹെ, ഖാദ് പറഞ്ഞ വളം അല്ലേ, ഒരുപാട് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കല്ലേ നമ്മൾ ഓരോന്ന്. അപ്പോൾ വളം ഇട്ട് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ നല്ല ഉൽപ്പന്നം കിട്ടാൻ വേണ്ടി, നല്ല പ്രൊഡക്റ്റ്, നല്ല സാധനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുന്നു, നല്ല ഇത് ചാണകമോ അങ്ങനെ എന്തൊക്കെ പലതിനും പലതാണ് വരുന്നത്, വളം എന്നറിയിട്ടോ. എന്നാലോ ഫസിൽക്കോ, വിളവിന്, അതായത് വിളവ് എന്ന് പറഞ്ഞാൽ വിളവെടുപ്പ്, അതും തന്നെയാണ് എന്താ പറയുക, പൈതാവാർ ഉദ്ദേശിച്ച പോലെ. അപ്പം ഫസിൽക്കോ, വിളവിന്, കീഠേ മക്ഡോസെ, കീടങ്ങളിൽ നിന്ന് അല്ലേ, കീടങ്ങൾ പറഞ്ഞാൽ എന്താണ്? നശിപ്പിക്കുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ കീടങ്ങളിൽ നിന്നും ബച്ചാനെ കേലിയെ, രക്ഷിക്കാൻ വേണ്ടി. ഫസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിളവ്, നമ്മളെ ധാന്യം പോലത്തെ വിളവിനെ കീടങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി വോ, ആ കിസാൻ, അതായത് നമ്മളെ വേട്ടക്കാരനല്ല, കൃഷിക്കാരൻ, കീടേ മാർദവാവും കീടേ മാർദവ എന്ന് പറഞ്ഞാൽ കീടനാശിനി, കീടത്തെ നശിപ്പിക്കുന്ന മരുന്ന്, അതായത് കീടനാശിനി. അപ്പം അദ്ദേഹം എന്താക്കുന്നു? കീടങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി വോ കിസാൻ, ആ കിസാന് കീടേ മാർ ദവാവും കാ ഇസ്തേമാൽ കർത്താ ഹെ, അതായത് കീടനാശിയെ ഉപയോഗിക്കുന്നു. ഇനി കാത്, വളവും ഓർ കീടേ മാർ ദവാവും പെർ, വിളവിൻ്റെയും വളത്തിൻ്റെയും പിന്നെ കീടനാശിയുടെയും മേലിൽ ഉസ്സേ, അദ്ദേഹത്തിന്, അതായത് കിസാന്, കർഷകന്, കാഫി പൈസ, മതിയായ പൈസ, ഖർജ് കർണേ പഡ്തേ ഹൈ, ചിലവഴിക്കേണ്ടി വരുന്നു. ശരിയാണ്, ഒരുപാട് ഇതിൻ്റെ പേരിൽ ഒരുപാട് ചിലവ് ഇങ്ങനെ അയക്കേണ്ടി വരുന്നുണ്ട്. എന്നാലോ ജബ് ഫസൽ തയ്യാർ ഹോ ജാത്തി ഹേ, അപ്പോൾ ഇനി വിളവ് തയ്യാറാകുമ്പോൾ, അതായത് വിളവെടുപ്പിൻ്റെ സമയമാകുമ്പോൾ, ഉസ്കി, അതിനെ
കട്ടായി കർത്താ ഹെ, അതിന് അദ്ദേഹം എന്താക്കുന്നു, കട്ടായി കർത്താ ഹെ, മുറിക്കുന്നു. ഓർ ഉസ്മേ സെ, ആ മുറിച്ചെടുത്തതിൽ നിന്നും അനാജ് നിക്കാൽത്താ ഹെ, അത് അനാജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ധാന്യം പുറപ്പെടുന്നു. അങ്ങനെ അതിൽ നിന്ന് ധാന്യം പുറപ്പെടുന്നു. ഉസ്കി മെഹനത് സെ, അതിൻ്റെ അധ്വാനത്തിൽ നിന്ന്, പൈതാക്കിയേ ഹുയേ, ഉണ്ടാക്കിയ, അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൽ നിന്നും ഉണ്ടാക്കിയ, അനാജ് സെ, എന്താ പറയുക, വിളവെടുപ്പിൽ നിന്ന്, അല്ല വിളവിൽ ധാന്യത്തിൽ നിന്നും, ഗാഓ ഓ ഷെഹ്റോ മേ രഹനെ വാലോ, അതായത് നാട്ടിലും പട്ടണങ്ങളിലും ജീവിക്കുന്നവരുടെ ഹുറാക്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന്, ജറൂറത്തേം പൂരി ഹോത്തേ ഹെ, അത്യാവശ്യമായിട്ട് എന്താക്കുന്നു, പൂർത്തിയാക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിളവെടുപ്പ് കാരണമാണ് നാട്ടിലും വീട്ടിലുള്ള ആൾക്കാരൊക്കെ അത് അവരുടെ ഭക്ഷണത്തിന് അത്യാവശ്യമാക്കി വരുന്നത്. അപ്പോൾ ഓക്കെ, ഇതിൽ നിന്നും എന്താ ലാസിമ് മുത്താദ്ദി വേർതിരിച്ച് എഴുതാം. മൂന്നാമത്തേത് ജുംലയിലേക്ക്, ജുംല എഴുതിയാലും, അതായത് ലാസിം അഫ്ആൽ ഇസ്തിമാൽ കർക്കെ, ലാസിം ഫീൽ ലാസിം ഉപയോഗിച്ചുകൊണ്ട് 3 ജുംല എഴുതിയാലും, പിന്നെ രണ്ടാമത്തെ മുത്താദ്ദി അഫ്ആൽ ഇസ്തിമാൽ കർക്കെ 3 ജുംലയിലേക്ക്, മുത്താദ്ദി ഫീൽ ഉപയോഗിച്ചുകൊണ്ട് 3 ജുംല ഉണ്ടാക്കിയത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എല്ലാവരും എഴുതുക. അസ്സലാമു അലൈക്കും.